നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ ഋജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ മൂന്നാമത്തെ പർവ്വമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപപർവ്വമായിട്ടുള്ള കുണ്ടലാഹരണ പർവ്വം എന്ന പർവ്വത്തെ കഥകളാണ്. കർണൻ്റെ ജനനത്തെക്കുറിച്ചിട്ടുള്ള കഥാഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കുന്തിഭോജൻ തൻ്റെ മകളെ ദുർവാസോ മഹർഷിയെ ശുശ്രൂഷിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഭാഗം. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ പരിശോധിക്കുക. ഇവിടെ വ്യാസഭഗവാൻ മഹർഷിയുടെ പേര് പ്രതിപാദിക്കുന്നില്ല എന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഋഷീശ്വരൻ എന്നൊക്കെ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. ദുർവാസാവ് എന്നുള്ള പേര് അദ്ദേഹം പറയുന്നതേയില്ല. കുന്തിഭോജൻ ആ ബ്രാഹ്മണ ശ്രേഷ്ഠനോടുള്ള അപേക്ഷ തുടരുകയാണ്. മഹാത്മാവേ, ശിശുക്കളും വൃദ്ധരും തപസ്സുകളും തെറ്റ് ചെയ്താൽ പോലും അവരിൽ ബ്രാഹ്മണർ ഒരിക്കലും കോപിക്കാറില്ല. വലിയ തെറ്റ് ചെയ്താലും ബ്രാഹ്മണർ ക്ഷമിക്കും. യഥാശക്തി ഇവൾ ചെയ്യുന്ന പൂജയെ അങ്ങ് കൈക്കൊണ്ടാലും അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് രാജാവിന് സമാധാനമായത്. ഹംസത്തിൻ്റെ തൂവൽ പോലെയും വെണ്ണിലാവ് പോലെയും വെളുത്ത നിറത്തിലുള്ള മനോഹരമായിട്ടുള്ളൊരു ഗ്രഹം ബ്രാഹ്മണനായിട്ട് രാജാവ് നൽകി. അതിൽ എല്ലാ വിധത്തിലുള്ള ആഹാരാദികളും നൽകി. മടിയും അഭിമാനവുമൊക്കെ ഉപേക്ഷിച്ച് ആ രാജപുത്രി ബ്രാഹ്മണനെ നല്ലതുപോലെ പൂജിക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ബ്രാഹ്മണൻ്റെ സമീപത്തെത്തി ശുചിയായിട്ടുള്ള ആ കുമാരി വിധി പോലെ ആ പൂജനെ ഒരു ദേവനെ പൂജിക്കുന്നത് പോലെ തന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. മഹാരാജാവേ, ആ കന്യക വൃദ്ധനിഷ്ഠയോടെ ആ വിപ്രനെ ശുദ്ധമായിട്ടുള്ള മനസ്സാൽ സന്തോഷിപ്പിച്ചു. രാവിലെ വരാമെന്ന് പറഞ്ഞ് ഒരിക്കൽ പോയ ആ താപസൻ പിന്നെ എത്തുന്നത് സന്ധ്യയ്ക്കോ രാത്രിക്കോ ആയിരിക്കും. അവനെ എല്ലാ സമയത്തും നല്ല ഭക്ഷണം കൊണ്ടും വീട് ഭംഗിയായിട്ട് സൂക്ഷിച്ചും നിത്യവും അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചും ആ കുമാരി പൂജിച്ചുകൊണ്ടിരുന്നു. ഒന്നിലും ഒരു കുറവുമില്ലാതെ ആ ബ്രാഹ്മണനെ ശുശ്രൂഷിച്ചുവെങ്കിലും അദ്ദേഹം എപ്പോഴും കുന്തിയെ വഴക്ക് പറയുകയും കുറ്റം പറയുകയും ചെയ്യും. എന്നാൽ ആ ബ്രാഹ്മണന് അവളെ ഒരു അപ്രിയവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും അദ്ദേഹം കാലം തെറ്റിയെത്തും, ചിലപ്പോൾ വരാതെ ഇരിക്കും. കിട്ടാനും തയ്യാറാക്കാനും വിഷമമുള്ള ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് ആവശ്യപ്പെടും. ഒരു മടിയും കൂടാതെ അവൾ എല്ലാം തയ്യാറാക്കി ചെന്ന് എല്ലാം തയ്യാറായെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തിയെന്ന് പറയും. ശിഷ്യയെപ്പോലെയും പുത്രിയെപ്പോലെയും സഹോദരിയെപ്പോലെയും ഇഷ്ടപ്രകാരം തന്നെ ആ താപസനെ അവൾ സന്തോഷിപ്പിച്ചു. അവളുടെ സ്വഭാവഗുണത്തിൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ സന്തോഷിച്ചു. അവൾ ശ്രദ്ധ ഒട്ടും പോകാതെ തന്നെ പിന്നെയും പിന്നെയും ആ ബ്രാഹ്മണനെ പൂജിച്ചുകൊണ്ടിരുന്നു. അവളോട് അച്ഛൻ സന്ധ്യയ്ക്കും പുലർക്കാലത്തും വന്ന് ചോദിക്കും, നിന്റെ ശുശ്രൂഷയിൽ ആ ബ്രാഹ്മണൻ പ്രീതനാണോ? അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടോ? ഇത് കേട്ടിട്ട് അങ്ങനെയാണ് അച്ഛാ സംഭവിക്കുന്നതെന്ന് അവൾ മറുപടി പറയും. തൻ്റെ മകളുടെ ആ പൂജയിൽ രാജാവായിട്ടുള്ള കുന്തിഭോജൻ വളരെയധികം സന്തോഷവാനായി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. അതിനിടയ്ക്ക് യാതൊരു തെറ്റും കുന്തിയിൽ നിന്ന് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായില്ല. അദ്ദേഹം പ്രീതനായിട്ട് അവളോട് പറഞ്ഞു, മകളെ കുന്തി, നിന്റെ ശുശ്രൂഷയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലയോ കല്യാണി, മനുഷ്യർക്ക് സാധിക്കാത്ത മഹത്തായ വരം നീ എന്നിൽ നിന്ന് നേടിക്കൊള്ളൂ. ആ വരത്താൽ നീ എല്ലാ സ്ത്രീകളെയും കീർത്തി കൊണ്ട് ജയിക്കും. ഇത് കേട്ടിട്ട് കുന്തി പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഭവാനും പിതാവും എന്നിൽ പ്രീതയായി തീർന്നത് തന്നെ എനിക്ക് വലിയൊരു വരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കിട്ടിയിരിക്കുന്നു. വേറെ വരങ്ങളൊന്നും എനിക്ക് വേണ്ടതായിട്ട് തോന്നുന്നില്ല. ബ്രാഹ്മണൻ പറഞ്ഞു, എന്നിൽ നിന്ന് നിനക്ക് വരമൊന്നും വേണ്ടെങ്കിൽ സുന്ദരി, ദേവന്മാരെ നിന്റെ മുമ്പിൽ വരുത്താനുള്ള ഒരു മന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം. നീ മന്ത്രം ചൊല്ലി ഏത് ദേവനെ വിളിക്കുന്നുവോ ആ ദേവൻ നിന്റെ പാട്ടിലായിട്ട് വരും. അവൻ കാമമില്ലാത്തവനായാലും കാമമുള്ളവനായാലും ശരി, അവൻ നിന്റെ ചൊൽപ്പടിയിൽ വരുന്നതാണ്. ഗ്രഹത്തിലെ അഗ്നി പോലെ എത്ര ഉജ്ജ്വലനായാലും അവൻ നിന്റെ അധീനതയിൽ ശാന്തനായിട്ട് വന്ന് വൈശമ്പായനൻ കഥ തുടരുകയാണ്. ബ്രാഹ്മണൻ രണ്ടാമതായി പറഞ്ഞ ഈ മന്ത്രകാര്യം വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം കുന്തിക്കുണ്ടായില്ല. അദ്ദേഹം ശപിച്ചാലോ എന്ന് കരുതി കുന്തി അതിന് സമ്മതിച്ചു. ആ മന്ത്രം കുന്തിയെ ദ്വിജൻ യഥാവിധി പഠിപ്പിച്ചു. അഥർവവേദ ഭാഗത്തിലെ ആ മന്ത്രം ഗ്രഹിപ്പിച്ചതിന് ശേഷം ആ ദ്വിജൻ കുന്തിഭോജനോട് പറഞ്ഞു, ഹേ രാജാവേ, എനിക്ക് വളരെ സുഖവും തൃപ്തിയുമായി. അങ്ങയുടെ കന്യക ശുശ്രൂഷ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ ഗ്രഹത്തിൽ വിധി പോലെ ഞാൻ നിത്യവും പൂജ കൈക്കൊണ്ടു. ഇനി ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഇപ്രകാരം പറഞ്ഞ് ആ ബ്രാഹ്മണൻ അവിടെ തന്നെ മറഞ്ഞു. ആ ബ്രാഹ്മണൻ അവിടെ തന്നെ മറയുന്നത് കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ മകളായിട്ടുള്ള കുന്തിയോട് രാജാവിന് ബഹുമാനം തോന്നുകയും ചെയ്തു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ആ താപസി പോയതിന് ശേഷം ഒരു കാരണം ആ കന്യക മന്ത്രത്തിൻ്റെ ബലമൊന്ന് ചിന്തിച്ചു നോക്കി. ആ മഹാത്മാവ് എനിക്ക് തന്ന മന്ത്രത്തിൻ്റെ ശക്തി ഏത് വിധത്തിലായിരിക്കും? അതൊന്നുടനെ കണ്ടറിയണം. ഇങ്ങനെ ചിന്തിച്ച് അവൾ എതിർച്ചയ ആർത്തവത്തെ കണ്ടു. കന്യകയായിട്ടുള്ള അവൾ തീണ്ടാരിയായപ്പോൾ ലജ്ജിച്ചു. കിഴക്ക് ഉദിച്ചുയരുന്ന സൂര്യനിൽ അവളുടെ കണ്ണും മനസ്സും അവൾ വെച്ചു. അവൾക്ക് അപ്പോൾ ഒരു ദിവ്യദൃഷ്ടി ഉണ്ടായി.
കവചമിട്ടും കുണ്ടലങ്ങൾ അണിഞ്ഞും ശോഭിക്കുന്ന ദിവ്യസ്വരൂപനായിട്ടുള്ള സൂര്യദേവനെ അവൾ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു. അവൾക്ക് ആ മന്ത്രത്തെക്കുറിച്ചിട്ട് ഒരു കൗതുകമുണ്ടായി. ആ കുമാരി ഉടനെ മന്ത്രം വിധിപ്രകാരം ജപിച്ചു. പ്രാണായാമം ചെയ്ത് സൂര്യനെ ആഹ്വാനം ചെയ്ത ഉടനെ മന്ത്രപ്രഭാവത്താൽ ആ ദേവൻ ക്ഷണത്തിൽ അവളുടെ മുമ്പിലെത്തി. കിരീടവും തോൾവളയും ധരിച്ച് മന്ദസ്മിതത്തോടു കൂടിയിട്ട് ചുറ്റും ശോഭ പരത്തിക്കൊണ്ട് യോഗശക്തി കൊണ്ട് തൻ്റെ ശരീരം രണ്ടാക്കി ഒന്നുകൊണ്ട് കുന്തിയുടെ സമീപത്തെത്തുകയും മറ്റേ ഉടൽ കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിന്നു. കുന്തിയുടെ സമീപത്തെത്തി സൂര്യദേവൻ ഇപ്രകാരം വളരെ ഭംഗിയോടെ പറഞ്ഞു: ഭദ്രേ, ഞാൻ നീ ചൊല്ലിയ മന്ത്രശക്തി കൊണ്ട് നിന്റെ അധീനതയിൽ വന്നിരിക്കുന്നു. ഭവതിക്ക് അധീനനായി ഞാൻ ഇനി എന്താണ് വേണ്ടത്? രാജ്ഞി അങ്ങ് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ സന്നദ്ധനാണ്. ഇത് കേട്ടിട്ട് കുന്തി പറഞ്ഞു: ഭഗവാനെ, അങ്ങ് വന്ന വഴിക്ക് തന്നെ പോയാലും മന്ത്രകൗതുകം മൂലം ഞാൻ വിളിച്ചതാണ്. ഞാൻ ചെയ്ത തെറ്റിൽ ഭഗവാൻ ക്ഷമിക്കണേ, അങ്ങനിൽ പ്രസാദിക്കണേ. ഇത് കേട്ടിട്ട് സൂര്യൻ പറഞ്ഞു: സുന്ദരി, നീ പറഞ്ഞ വിധം ഞാൻ പൊക്കോളാം. എന്നാൽ ഞാനൊരു കാര്യം പറയാം. മന്ത്രം ചൊല്ലി വരുത്തിയതിന് ശേഷം ദേവനെ വെറുതെ വിട്ടയക്കുന്നത് ശരിയല്ല. സൂര്യനിൽ നിന്നും പുത്രൻ ജനിക്കുവാനുള്ള യോഗം നിനക്ക് വന്നു ചേർന്നിരിക്കുന്നു. വീര്യം കൊണ്ട് എതിരില്ലാത്തവനും പോർച്ചട്ടയും കുണ്ടലവും കൊണ്ട് അലങ്കൃതനുമായിരിക്കും ആ പുത്രൻ. അല്ലയോ സുന്ദരി, നീ നിന്നെ എനിക്ക് സമർപ്പിക്കുക. നീ സങ്കല്പിക്കുന്ന വിധത്തിലുള്ള പുത്രൻ നിനക്കുണ്ടാവും. നീയുമായി ചേർന്നതിന് ശേഷം ഞാൻ പൊക്കോളാം. ഈ പറഞ്ഞതാണ് എനിക്കിഷ്ടം. അത് നീ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ കോപിച്ച് നിന്നെ ശപിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ അച്ഛനെയും നിനക്ക് ഈ മന്ത്രം തന്ന താപസനെയും ഞാൻ ശപിക്കും. നീ കാരണം അവരൊക്കെ തന്നെ ദഹിച്ചു പോകും. അതിൽ യാതൊരു സംശയവും വേണ്ട. മൂടനായ നിന്റെ അച്ഛനെയും നിനക്ക് മന്ത്രം തന്ന് ഉപദേശിച്ചെന്ന വിപ്രനെയും അവർ ചെയ്ത തെറ്റിന് തക്കതായിട്ട് ഞാൻ ശിക്ഷിക്കുന്നതാണ്. ഇവരെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടുകയില്ല. വാനിൽ ഇന്ദ്രൻ മുതലായ സർവ്വദേവന്മാരും നീ എന്നെ പറ്റിച്ച പണി നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ദിവ്യദൃഷ്ടി നിനക്ക് മുമ്പേ തന്നില്ലേ? അതുകൊണ്ടാണല്ലോ നീ എന്നെ കണ്ടത്. നീ ദേവതകളെയും ഒന്ന് നോക്കൂ, നീ അവരെ കാണുന്നില്ലേ? സൂര്യദേവൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാജപുത്രി ആകാശത്തേക്ക് നോക്കി. അപ്പോൾ അവിടെ സർവ്വദേവന്മാരും അവരവരുടെ സ്ഥാനത്ത് പ്രകാശമാനമായിട്ടുള്ള സൂര്യനെ പോലെ തന്നെ മഹാ തേജസ്സോടും കൂടിയിട്ടും മഹാപ്രഭാവത്തോടു കൂടിയിട്ടും സ്ഥിതി ചെയ്യുന്നതായിട്ട് ആ കന്യക കണ്ടു. ആ ബാലിക അവരെ കണ്ട് നാണിച്ചും പേടിച്ചും ആദിത്യദേവനോട് പറഞ്ഞു: അല്ലയോ സൂര്യദേവ, ഭവാൻ സ്വന്തം വിമാനത്തിൽ കയറി ഉടനെ പോയാലും ഞാൻ കന്യകയാണ്. ഭവാന്റെ മുമ്പിൽ ഏകാന്തതയിൽ ഇങ്ങനെ നിൽക്കുന്നത് തെറ്റാണ്. അതിൽ നിന്നും എനിക്ക് ദുഃഖം മാത്രമേ കിട്ടുകയുള്ളൂ. കന്യകയുടെ ദേഹം ദാനം ചെയ്യാനുള്ള അധികാരം മാതാപിതാക്കൾക്കും ഗുരുജനങ്ങൾക്കും ഉള്ളതാണ്. ലോകാചാരത്തെ ഞാൻ തെറ്റിക്കയില്ല ഭവാനെ. സ്ത്രീകളുടെ ദേഹരക്ഷ മുഴുവനും അവരുടെ പ്രവൃത്തി ഗുണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാല്യം കൊണ്ട് മന്ത്രബലം കാണാനുള്ള കൗതുകം കൊണ്ട് ഞാൻ ഭവാനെ വിളിച്ചു വരുത്തിപ്പോയി. ബാലയായിട്ടുള്ള എന്നെക്കുറിച്ച് ചിന്തിച്ച് മഹാനായിട്ടുള്ള സൂര്യഭഗവാനെ അങ്ങ് പുറത്തു തരണം. സൂര്യൻ പറഞ്ഞു: എടോ കുന്തി, നീ ബാലയാണെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇത്രയൊക്കെ നിന്നോട് സൗമ്യമായിട്ട് ചെയ്യുന്നത്. മറ്റാർക്കും എന്നിൽ നിന്നും ഇത്രയും നീതി ലഭിക്കുകയില്ല. എടോ കുമാരി, നീ കന്യകയാണെങ്കിലും എനിക്ക് ആത്മദാനം ചെയ്യാൻ നീ ഭയപ്പെടേണ്ട. ഭവതി എന്നെ മന്ത്രത്താൽ വിളിച്ചു വരുത്തിയ നിലയ്ക്ക് എനിക്ക് വെറുതെ മടങ്ങിപ്പോകാനും വയ്യ. അങ്ങനെ തിരിച്ചു പോയാൽ ഞാൻ ലോകത്തിൽ പരിഹാസ്യനായി ഭവിക്കും. ദേവന്മാർക്കൊക്കെ കുറ്റം പറയുവാനും ഒരു വസ്തുവായി തീരും. അതുകൊണ്ട് എന്നെ വിളിച്ചു വരുത്തിയ ഭവതി എന്നോട് ചേരുക. അതിൽ നിന്ന് നിനക്ക് എൻ്റെ തുല്യനായിട്ടുള്ളൊരു പുത്രനെ ലഭിക്കുകയും ചെയ്യും. ഭവതി ലോകത്തിൽ വിശിഷ്ടയായി തീരും. അതിൽ യാതൊരു സംശയവും വേണ്ട. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ആ കന്യക പലതും പറഞ്ഞ് അപേക്ഷിച്ചുവെങ്കിലും സൂര്യനെ അന്വയിപ്പിക്കാൻ അവൾക്ക് സാധിച്ചില്ല. സൂര്യദേവനെ മടക്കി അയക്കാനാകാത്തതുകൊണ്ട് ആ ബാലിക ശാപം പേടിച്ച് ദീർഘസമയം വിഷണ്ണയായി ചിന്തിച്ചിരുന്നു. നിരപരാധിയായിട്ടുള്ള അച്ഛന് ശാപം, അങ്ങനെ തന്നെ വിപ്രനും പറ്റും. അത് ഓർത്തപ്പോൾ തന്നെ അവൾക്ക് അതിയായിട്ടുള്ള ഭയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. സൂര്യദേവൻ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ പാടില്ലാത്തതായിട്ടുള്ള ആത്മസമർപ്പണം ചെയ്യും? പ്രകാരം ശാപത്തെ ഭയന്ന് അവൾ പലതും ചിന്തിച്ചു. എന്നാൽ സുന്ദരനായിട്ടുള്ള സൂര്യനെ പ്രാപിക്കുന്നതിനുള്ള മോഹം ഉള്ളിൽ കടന്ന് വീണ്ടും അവൾ പുഞ്ചിരി തൂകി. അവൾ ആ ദേവനോട് പറഞ്ഞു: അല്ലയോ സൂര്യദേവ, എൻ്റെ അച്ഛനും അമ്മയും ബന്ധുജനങ്ങളും ജീവിച്ചിരിക്കുന്നു. അവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ കർമ്മം ചെയ്യുന്നത് തെറ്റാണ്. ഭവാനുമായിട്ട് സംഘം ചെയ്യുന്നത് വിധിയാണെങ്കിൽ ഞാൻ കാരണമായിട്ട് ഈ കുലത്തിൻ്റെ കീർത്തി നശിക്കും. അതല്ല, ഇതും ധർമ്മമാണെന്ന് ഭവാന് തോന്നുന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ ദാനം ചെയ്യാതെ തന്നെ ഭവാന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാം. അല്ലയോ സൂര്യഭഗവാനെ, ഞാൻ അങ്ങയോട് ചേർന്നാലും കന്യകയായി തന്നെ തുടരണം. സൂര്യൻ പറഞ്ഞു: എടോ സുന്ദരി, നിന്റെ അച്ഛനും അമ്മയും ഗുരുജനങ്ങളും സ്വതന്ത്രരല്ല. എൻ്റെ വാക്ക് നീ കേൾക്കുക. എല്ലാം കാമിക്കുക എന്ന കാമി ധാതുവിൽ നിന്നാണ് കന്യകയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടായത്. എല്ലാവരെയും കാമിക്കുക എന്നർത്ഥമുള്ള കാമി ധാതുവിൽ നിന്നാണ് കന്യാശബ്ദത്തിൻ്റെ ഉൽപ്പത്തിയെന്നും അതുകൊണ്ട് കന്യകയ്ക്ക് ഈ വക കാര്യങ്ങൾ സ്വാതന്ത്ര്യമുണ്ടും എന്നുമാണ് സൂര്യഭഗവാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നീ പറയുന്നത് ലോക സ്വഭാവമാണ്. എന്നാൽ യുവഹൃദയങ്ങളുടെ വികാരം അതല്ല.
വിവാഹാദി ബന്ധങ്ങളാണ് കൃത്രിമമായിട്ടുള്ളതെന്നും സ്ത്രീ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യമാണ് പ്രകൃതിസിദ്ധവും സ്വാഭാവികവും അകൃത്രിമവും എന്ന് ഇവിടെ സൂര്യദേവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള നീ എന്നോട് ചേർന്നതിന് ശേഷം വീണ്ടും കന്യകയെ തന്നെ ഭവിക്കും. നിനക്ക് അതിശക്തനും കീർത്തിമാനുമായിട്ടുള്ള ഒരു പുത്രനുണ്ടാവും. ഇത് കേട്ടിട്ട് കുന്തി പറഞ്ഞു, എനിക്ക് ഭവാനിൽ നിന്ന് കവചവും കുട്ടലവും ധരിച്ച ശൂരനും മഹാബലവാനുമായിട്ടുള്ള പുത്രൻ ഉണ്ടാകുമെങ്കിൽ. ഇത് കേട്ടിട്ട് സൂര്യൻ പറഞ്ഞു, ഉറപ്പായും ഉണ്ടാകും. അവൻ കവചകുണ്ടലധാരിയായിരിക്കും. അവനെ അത് രണ്ടും അമൃതത്തിൽ പൊതിഞ്ഞതുമായിരിക്കും. കുന്തി പറഞ്ഞു, ഭവാൻ എന്നിലുളവാകുന്ന എൻ്റെ പുത്രന് അമൃതത്തിൽ മുങ്ങിയ കവചകുണ്ടലങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഭവാൻ പറഞ്ഞ വിധം ഞാനുമായിട്ടുള്ള സംഗമം എനിക്ക് സമ്മതം തന്നെ. ഭവാന്റെ രൂപവും വീര്യവും സത്യവും ഓജസ്സും ചേർന്ന അവൻ ധാർമ്മികനായിട്ടിരിക്കണം. സൂര്യദേവൻ പറഞ്ഞു, ഈ കുണ്ടലം അതിഥി എനിക്ക് തന്നതാണ്. അല്ലയോ രാജകുമാരി, അത് ഞാൻ അവനു നൽകാം. ഉത്തമമായിട്ടുള്ള ഈ കവചവും നൽകാം. കുന്തി പറഞ്ഞു, ഭവാനെ, അങ്ങ് പറഞ്ഞ വിധം ഉള്ള പുത്രൻ എനിക്കുണ്ടാകുമെങ്കിൽ അങ്ങുമായിട്ടുള്ള സംഗമം എനിക്ക് സമ്മതമാണ്. കുന്തി സമ്മതിച്ച ഉടനെ യോഗാത്മാവും ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനുമായിട്ടുള്ള സൂര്യദേവൻ ആ കന്യകയുടെ നാഭിയിൽ സ്പർശിച്ചു. സൂര്യതേജസാൽ ആ കന്യക പരിഭ്രമിച്ച് സ്വബോധം വിട്ടതുപോലെ അവൾ മെത്തയിൽ വീണു. ആ സമയത്ത് സൂര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ രാജകുമാരി, ഇനി ഞാൻ പോവട്ടെ. എല്ലാ ശസ്ത്രധാരികളിലും വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളൊരു പുത്രൻ ഭവതിക്കുണ്ടാവും. ഭവതി പിന്നെയും കന്യകയെ ഭവിക്കുകയും ചെയ്യും. വൈശമ്പായൻ കഥ തുടരുകയാണ്. അല്ലയോ രാജേന്ദ്ര, ആ കുമാരി അപ്പോൾ നാണിച്ചു നിന്ന് സൂര്യദേവന്റെ യാത്രയിൽ അങ്ങനെ ആവട്ടെ എന്ന് വന്ദനം പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ് ആ രാജപുത്രി ലജ്ജയോടുകൂടി സൂര്യഭഗവാനോട് യാത്ര യോജിച്ചുകൊണ്ട് സൂര്യസ്പർശത്താൽ പുണ്യമായിട്ടുള്ള മെത്തയിൽ ചെന്നു വീണ് മോഹം കൊണ്ട് ആടുന്ന ലത പോലെ വാടിത്തളർന്ന് അവിടെ കിടന്നു. സൂര്യദേവൻ സ്വന്തം തേജസ് കൊണ്ട് മോഹിപ്പിച്ച് യോഗബലത്താലാണ് കുന്തിയിൽ പ്രവേശിച്ചത്. തനിക്ക് അധീനയായിട്ടുള്ള കന്യകയെ സൂര്യഭഗവാൻ യാതൊരു രീതിയിലും അശുദ്ധയാക്കിയില്ല. വീണ്ടും ആ കുന്തിദേവി മോഹം തീർത്ത് ഉണർത്തെഴുന്നേറ്റു. കുന്തിക്ക് വെളുത്തപക്ഷത്തിലെ ഏകാദശിയിൽ ആകാശത്ത് ചന്ദ്രനെന്ന പോലെ ഗർഭമുണ്ടായി. ആ ബാല ബന്ധുജനങ്ങളെ ഭയന്ന് ഗർഭത്തെ മൂടിവെച്ചു. ആരെയും അറിയിക്കാതെ അവൾ ദിവസങ്ങൾ കഴിച്ചു. അവളുടെ വിശ്വസ്തയായിട്ടുള്ള ഒരു തോഴി അല്ലാതെ അന്യസ്ത്രീകൾ ആരും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗർഭത്തെ ഒളിപ്പിച്ച് അന്തഃപുരത്തിൽ അവൾ വാണു. കാലം ചെന്നപ്പോൾ അവൾ ദേവസുന്ദരനായിട്ടുള്ള ഒരു പുത്രനെ പ്രസവിച്ചു. ആ ദേവന്റെ പ്രസാദത്താൽ അവൾ വീണ്ടും കന്യക തന്നെയായി. പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടി കവചകുണ്ടലങ്ങൾ അണിഞ്ഞ് അച്ഛൻ്റെ രൂപത്തോട് തുല്യനായിട്ട് തന്നെ ശോഭിച്ചു. പിറന്നുടനെ ആ കുഞ്ഞിനെ ആ രാജകുമാരി തൻ്റെ തോഴിയുടെ സഹായത്തോടെ നല്ല വിരിപ്പ് വിരിച്ച് കിടക്കാൻ സുഖമുള്ളതും നല്ല അടപ്പുള്ളതുമായിട്ടുള്ള ഒരു പെട്ടിയിലാക്കി അരക്കിട്ട് ഉറപ്പിച്ച് അശ്വനദി തീരത്ത് പോയി മറ്റാരും അറിയാതെ കരഞ്ഞുകൊണ്ട് ഒഴുക്കി വിട്ടു. കന്യക ഗർഭം ധരിച്ചത് അറിയരുതെന്ന് വിചാരിച്ച് അവൾ അങ്ങനെ ചെയ്തു. എന്നാൽ പുത്രസ്നേഹത്തിൽ അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പെട്ടി അശ്വനദിയിൽ ഒഴുക്കി വിട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് കുന്തി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് രാജാവെ അങ്ങ് കേൾക്കുക. കുന്തി പറഞ്ഞു, ആകാശത്തും ഭൂമിയിലും സ്വർഗത്തിലും ജലത്തിലുമുള്ള എല്ലാ ദേവന്മാരെയും അവർ നിനക്ക് സംരക്ഷണം നൽകട്ടെ. നിനക്ക് വഴിയിലെങ്ങും ശുഭം സംഭവിക്കട്ടെ. ശത്രുക്കൾ നിന്നെ കാണാതിരിക്കട്ടെ. അഥവാ വല്ലവരും കണ്ടാലും അവർ നിന്നിൽ ദ്രോഹം ഏൽപ്പിക്കാത്തവരാവട്ടെ. നിന്നെ ജലത്തിൽ ജലേശ്വരനായിട്ടുള്ള വരുണരാജാവ് രക്ഷിക്കട്ടെ. അന്തരീക്ഷത്തിൽ അന്തരീക്ഷ രാജാവായിട്ടുള്ള സർവത്ര വ്യാപിച്ചിരിക്കുന്ന വായുദേവൻ രക്ഷിക്കട്ടെ. നിന്റെ അച്ഛനും താപസോത്തമനുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന വായു ഭഗവാൻ നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ അച്ഛനും ശക്തനുമായിട്ടുള്ള സൂര്യഭഗവാൻ നിന്നെ എല്ലായിടത്തും കാൾക്കട്ടെ. ആദിത്യ വസുരുദ്രന്മാരും ഇന്ദ്രനോട് ചേർന്ന മരുത്തുക്കളും ദിക്പാലകന്മാരോട് കൂടിയിട്ടുള്ള ദിക്കുകളും എല്ലാ ദേവന്മാരും നിന്നെ എല്ലാ വിഷമത്തിലും രക്ഷിക്കുമാറാകട്ടെ. ദേശം വിട്ടുപോയാലും ഞാൻ നിന്റെ കവചത്താൽ തിരിച്ചറിഞ്ഞേക്കാം. അല്ലയോ പുത്ര, നിന്റെ അച്ഛനും ദേവനുമായിട്ടുള്ള സൂര്യഭഗവാൻ അദ്ദേഹം നിന്നെ എപ്പോഴും എവിടെയും കാണും. നിന്നെ അവൻ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുന്നുണ്ടാവും. നിന്നെ സ്വന്തം പുത്രനെ നേടുന്ന ആ സ്ത്രീയും ധന്യ തന്നെയാണ്. കുന്തിക്ക് ഉറപ്പായിരുന്നു താൻ ഒഴുക്കിവിടുന്ന ഈ കുഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കയ്യിൽ ചെന്ന് എത്തുമെന്നുള്ളത്. അതിലുള്ള പ്രാർത്ഥനയുമായിട്ട് തന്നെയായിരുന്നു അവൾ ഇരുന്നിരുന്നത്. ദേവപുത്രനായിട്ടുള്ള നീ ദാഹിക്കുമ്പോൾ അവളുടെ മുല കുടിക്കില്ലേ? നീ വളരുക. വിരിഞ്ഞു നീണ്ട നിന്റെ താമരക്കണ്ണുകൾ, മനോഹരമായിട്ടുള്ള നെറ്റി, അഴകേറിയ മുടി, ഇങ്ങനെ സൗന്ദര്യം വളർന്ന് ദിവ്യകവചധാരിയും ദിവ്യകുണ്ടലധാരിയുമായിട്ടുള്ള സൂര്യൻ്റെ തേജസ്സോടും കൂടിയിട്ടുള്ള നിന്നെ പുത്രനായി വളർത്തുന്ന ആ സ്ത്രീക്ക് എന്തൊരു വലിയ സ്വപ്നമാണ് ഇപ്പോൾ സഫലമാകാൻ പോകുന്നത്. പൊടിയണിഞ്ഞ് നിലത്ത് കിടന്ന് നീന്തുകയും അവ്യക്തമധുരമായിട്ടുള്ള വാക്കുകൾ പറയുകയും ചെയ്യുന്ന നിന്നെ ആ നിലയിൽ കാണുന്ന അവൾ എത്ര ധന്യയായിരിക്കും. സിംഹത്തെപ്പോലെ നീ യൗവനത്തിൽ പ്രവേശിക്കുമ്പോൾ നിന്റെ നില കാണുന്ന അവൾ എത്ര ധന്യയായിരിക്കും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇങ്ങനെ കരുണയോട് കൂടിയിട്ട് ഓരോന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പൃഥ ആ പെട്ടിയെ അശ്വനദിയിൽ ഒഴുക്കിവിട്ടു. പുത്രവിയോഗത്താൽ ദുഃഖിതയായിട്ടുള്ള കുന്തി
രാത്രി സമയത്ത് തോഴിയോട് കൂടിയിട്ട് അച്ഛൻ അറിയാമെന്നുള്ള ഭയത്താൽ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ആ പെട്ടിയെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടു. മടങ്ങി പോരുമ്പോഴും അവൾ വളരെ ദുഃഖത്തോടു കൂടിയിട്ട് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് രാജഗൃഹത്തിലെത്തി. ആ പെട്ടി അശ്വനദിയിലൂടെ ഒഴുകി അശ്വനദി വിട്ട് അതിൻ്റെ ശാഖയായിട്ടുള്ള ചർമ്മണ്ണുതയിലെത്തി. അത് പിന്നെ ഒഴുകി യമുനയിലെത്തി. അവിടെ നിന്നും ഒഴുകി ഗംഗയിൽ വന്നുചേർന്നു. ഗംഗയിൽ കൂടി ഒഴുകി സൂതരാജ്യത്തെത്തി. തിരകളിൽപ്പെട്ടും ഒഴുക്കേറ്റും ആ പെട്ടിയിലുള്ള കുട്ടി അങ്ങനെ സഞ്ചരിച്ച് അവിടെ നിന്ന് ചമ്പാപുരിയിലും ചെന്നെത്തി. ആ കുട്ടിയെ കവചകുണ്ടലങ്ങൾ ഒരു ആപത്തും വരാതെ കാത്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് ധൃതരാഷ്ട്രൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അതിരഥൻ എന്ന സൂതൻ ഭാര്യയോട് കൂടിയിട്ട് ഗംഗയിലെത്തി. അവൻ്റെ ഭാര്യയായിട്ടുള്ള രാധ അതീവ സുന്ദരിയായിരുന്നു. അവർക്ക് പുത്രന്മാരുണ്ടായിട്ടില്ലായിരുന്നു. സന്തതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് യത്നിക്കുന്ന ഒരു കാലമായിരുന്നു അത്. നദിയിൽ ഒഴുകി വരുന്ന ഒരു പെട്ടി രാധ ഭാഗ്യത്താൽ കണ്ടു. അവൾ അടുത്തേക്ക് ചെന്നു. ദേഹരക്ഷയ്ക്കായി കറുകപ്പുല്ല് കൊണ്ട് കെട്ടിയിരിക്കുന്ന ചരടും മംഗളസൂചകമായി കുങ്കുമം കൊണ്ട് തിലകം ഉള്ളതായിട്ടുള്ള ആ പെട്ടിയെ ഗംഗയിലെ തരംഗങ്ങൾ നദീതീരത്ത് നിൽക്കുന്ന അവളുടെ അടുത്ത് കൊണ്ടെത്തിച്ചു. ആ സുന്ദരി കൗതുകത്തോടു കൂടിയിട്ട് ആ പെട്ടി പിടിച്ച് അതിരഥനെ വിവരമറിയിച്ചു. അതിരഥൻ വന്നിട്ട് ആ പെട്ടി ഉയർത്തിയെടുത്തു. യന്ത്രപ്രയോഗത്താൽ അതിനെ അവൻ തുറന്നു. അപ്പോൾ അതിലൊരു ബാലനെ കണ്ടു. ബാലസൂര്യനെ പോലെ കാന്തിമാനും പൊഞ്ചട്ടയണിഞ്ഞും കുണ്ടലം കൊണ്ടും വിളങ്ങുന്ന മുഖത്തോടും കൂടിയിട്ടുള്ള ആ കുട്ടിയെ കണ്ടപ്പോൾ അതിരഥൻ ഭാര്യയോടൊപ്പം അത്ഭുത സ്തബ്ധനായി. അവൻ ആ കുട്ടിയെ മടിയിൽ വെച്ച് എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ജനിച്ചതിന് ശേഷം ഇത്രയും അത്ഭുതമുണ്ടാക്കുന്ന ഒരു സംഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ദേവകുമാരനെ പോലെ ശോഭിക്കുന്ന ഇവൻ നമ്മൾക്കായി വന്നതായിരിക്കും. തീർച്ചയായും ഇവനെ എനിക്ക് ദേവന്മാർ തന്നതാണ് എന്ന് പറഞ്ഞ് അവൻ ആ കുട്ടിയെ രാധയ്ക്ക് നൽകി. ദിവ്യരൂപനും താമരയുടെ ഉൾഭാഗത്തിൻ്റെ നിറത്തോടു കൂടിയവനും ദിവ്യഗർഭജാതനുമായിട്ടുള്ള ആ ബാലനെ രാധ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും വളരെ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങി. അവർക്ക് പിന്നീട് വേറെ പുത്രന്മാരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്വർണത്തിൻ്റെ നിറത്തോടു കൂടിയിട്ടും സ്വർണം കൊണ്ടുള്ള കവചകുണ്ടലങ്ങൾ ധരിച്ചതുമായിട്ടുള്ള ആ ബാലന് വിപ്രന്മാർ ചേർന്നിട്ട് വസുഷേണൻ എന്ന പേര് നൽകി. അങ്ങനെ അമിതമായിട്ടുള്ള വിക്രമനായിട്ടുള്ള അവൻ സൂതപുത്രനായി. വസുഷേണൻ എന്നും വൃഷൻ എന്നും അവൻ പ്രസിദ്ധനായി. സൂതപുത്രനായിട്ടുള്ള അവൻ അംഗരാജ്യത്ത് വളർന്നു. ചാരന്മാർ മുഖേന കുന്തി അവൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. അവൻ വളർന്നു വന്നപ്പോൾ അതിരഥൻ അവനെ ഹസ്തിനാപുരിയിലേക്ക് അയച്ചു. ദ്രോണന്റെ സന്നിധിയിൽ അസ്ത്രവിദ്യകളെല്ലാം അവൻ പഠിച്ചു. വീര്യവാനായിട്ടുള്ള അവൻ ദുര്യോധനുമായിട്ട് സഖ്യത്തിലുമായി. ദ്രോണൻ, കൃപൻ, രാമൻ എന്നീ ഗുരുജനങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ആയുധങ്ങളും അവൻ നേടി. അങ്ങനെ അവൻ ലോകപ്രസിദ്ധനായിട്ടുള്ള വില്ലാളിയായി. പാണ്ഡവരുമായിട്ടുള്ള കിടമത്സരം മൂലം അവൻ കൗരവരുമായിട്ട് ചേരുകയും അർജുനനുമായിട്ട് പൊരുതുവാൻ മോഹിക്കുകയും ചെയ്തു. അർജുനനുമായിട്ട് അവന് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ശത്രുത ജനിക്കുകയും ചെയ്തു. കണ്ടനാൾ മുതൽ അർജുനന് കർണനോടുമുള്ള ശത്രുത വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതാണ് സൂര്യൻ്റെ ആ ഗൂഢമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാരണം. കർണൻ സൂര്യന് കുന്തിയിലുണ്ടായതാണല്ലോ. കവചകുണ്ടലധാരിയായിട്ടുള്ള കർണനെ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ തീർച്ചയാക്കി ഇവനെ പോരിൽ തോൽപ്പിക്കാൻ പറ്റാത്തവൻ ആണെന്നുള്ള കാര്യം. കർണൻ നട്ടുച്ച സമയത്ത് സൂര്യഭഗവാനെ വെള്ളത്തിൽ നിന്ന് കൈകൂപ്പി സ്തുതിക്കുമ്പോൾ അവൻ്റെ ചുറ്റും ബ്രാഹ്മണൻ ധ്യാനത്തിനായി വന്നെത്തുക പതിവാണ്. ബ്രാഹ്മണർക്ക് നൽകാൻ വയ്യാത്തതായി അവനെ അപ്പോൾ ഒന്നും തന്നെ ഇല്ല. അവൻ്റെ മുമ്പിൽ ചെന്ന് ഭിക്ഷ തരികയെന്ന് ഇന്ദ്രൻ ബ്രാഹ്മണ രൂപത്തിൽ ചെന്ന് യാചിച്ചു. ഭവാന് സ്വാഗതമെന്ന് രാധേയൻ അവനോട് മറുപടി പറയുകയും ചെയ്തു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ബ്രാഹ്മണ വേഷത്തിൽ വേഷം മാറി വന്ന ഇന്ദ്രനെ കണ്ട ഉടനെ തന്നെ കർണൻ സ്വാഗതം പറഞ്ഞു. തൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ബ്രാഹ്മണന്റെ ആഗ്രഹം നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് കർണൻ ചോദിച്ചു, സ്വർണ്ണഭൂഷണങ്ങൾ അണിഞ്ഞ യുവതികളെയോ പശുക്കൾ ധാരാളമുള്ള ഗ്രാമങ്ങളോ എന്താണ് ഭഗവാന് വേണ്ടത്? അല്ലയോ ബ്രാഹ്മണ, അങ്ങ് പറഞ്ഞാലും. ഇത് കേട്ടിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, പൊന്നണിഞ്ഞ പെണ്ണുങ്ങളും മറ്റ് പ്രീതി തരുന്ന വസ്തുക്കളും കിട്ടുവാൻ എനിക്ക് ആഗ്രഹമില്ല. അത് നീ ആഗ്രഹിക്കുന്നവർക്ക് കൊടുത്തേക്കുക. അല്ലയോ രാജാവേ, നീ സത്യവ്രതനാണെങ്കിൽ നിന്റെ സഹജമായിട്ടുള്ള കവചവും കുണ്ടലങ്ങളും അടർത്തിയെടുത്ത് എനിക്ക് നൽകിയാലും അത് വേഗത്തിൽ തന്നാലും അതിനാണ് എനിക്ക് ആഗ്രഹം. എല്ലാത്തിനേക്കഴിഞ്ഞും എനിക്ക് ആഗ്രഹം ഈ പറഞ്ഞ വസ്തുക്കളോടാണ്. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, അങ്ങേക്ക് ജീവിക്കാൻ പറ്റിയ പുരയിടം, സ്ത്രീകൾ, പശുക്കൾ, കൃഷ്ണനിലങ്ങൾ ഇവയൊക്കെ ഞാൻ അങ്ങേക്ക് തരാം. കവചകുണ്ടലങ്ങൾ ഒഴികെ എന്ത് വേണമെങ്കിലും ഞാൻ അങ്ങേക്ക് തരാം. കർണൻ ആ സമയത്ത് സൂര്യഭഗവാൻ തനിക്ക് തന്ന മുന്നറിയിപ്പ് നല്ലതുപോലെ ഓർമ്മയുണ്ടായിരുന്നു. ഇപ്രകാരം പലതും തരാമെന്ന് കർണൻ പറഞ്ഞെങ്കിലും ആ യാചിക്കുന്ന ബ്രാഹ്മണൻ മറ്റൊന്നും തന്നെ വേണമെന്ന് പറഞ്ഞില്ല. പൂജയും മറ്റും ഏറ്റുവാങ്ങിയ ആ ബ്രാഹ്മണൻ സന്തുഷ്ടനായെങ്കിലും കവചകുണ്ടലങ്ങളല്ലാതെ വേറൊന്നും വേണ്ടാന്നുള്ള ആഗ്രഹവുമായിട്ട് അവൻ നിന്നു. വേറെ വരമൊന്നും ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ നേടുന്നില്ലെന്ന് കണ്ടപ്പോൾ രാധേയൻ അവനെ നോക്കി പുഞ്ചിരിയോട് കൂടിയിട്ട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, അമൃതത്തിൽ നിന്നും ഉണ്ടായ എൻ്റെ ഈ കവചകുണ്ടലങ്ങൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അത് ശരീരത്തിലുള്ളിടത്തോളം കാലം 3 ലോകങ്ങളിലും ഞാൻ അജയ്യനാണ്. അതുകൊണ്ട് ഞാനത് കൈവിടുകയില്ല. ഹേ ബ്രാഹ്മണ,
ഭവാൻ എന്നിൽ നിന്നും ഇത് വാങ്ങിക്കൊള്ളുക. ഭവാൻ എന്നിൽ നിന്നും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ശത്രുക്കളാൽ വധിക്കപ്പെടുന്നവനായിട്ട് ഭവിക്കും. വേറെ വരമൊന്നും അവൻ ചോദിക്കാതായപ്പോൾ കർണൻ വീണ്ടും ചിരിച്ചുകൊണ്ട് വീണ്ടും അവനോട് പറഞ്ഞു, അല്ലയോ ദേവേന്ദ്ര, അങ്ങയുടെ വരവ് മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് വെറുതെ തന്നെ വരം നൽകുവാൻ പാടുള്ളതല്ല. അങ്ങ് സാക്ഷാൽ ദേവരാജനാണ്. ഭവാൻ എനിക്ക് വരം നൽകണം. മറ്റുള്ള ജീവികൾക്കും ഭവാൻ ഈശ്വരനാണല്ലോ. കവചകുണ്ടലങ്ങൾ അങ്ങേക്ക് നൽകിയാൽ ഞാൻ ശത്രുക്കളാൽ വധിക്കപ്പെടുന്നവനാകും. അപ്പോൾ ഭവാൻ പരിഹാസപാത്രമായേക്കാം. അതുകൊണ്ട് കൈമാറ്റത്തിനായിട്ട് എൻ്റെ കയ്യിൽ നിന്നും ഭവാൻ യഥേഷ്ടം ഈ കവചകുണ്ടലങ്ങളെ വാങ്ങിക്കൊള്ളുക. പകരം എന്തെങ്കിലും തരാതെ ഞാൻ ഈ കവചകുണ്ടലങ്ങൾ അങ്ങേക്ക് തരില്ല. ആ ഒരു കരാറിന്മേലാണെങ്കിൽ ഞാൻ ഈ കവചകുണ്ടലങ്ങൾ തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഇത് കേട്ടിട്ട് ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ടുള്ള ഇന്ദ്രൻ പറഞ്ഞു, സൂര്യഭഗവാൻ നിന്റെ മുമ്പിൽ വന്നെന്നും ഞാൻ എത്തുമെന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞു എന്നുള്ള കാര്യവും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതിൽ എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല. എന്നാൽ അപ്രകാരം തന്നെ ആവട്ടെ. ശ്രേഷ്ഠനായിട്ടുള്ള കർണ, എൻ്റെ വജ്രമൊഴിച്ച് എന്ത് വേണമെങ്കിലും നീ ചോദിച്ചുകൊള്ളുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കർണൻ സന്തുഷ്ടനായി ഇന്ദ്രനെ വണങ്ങി. എന്നിട്ട് ഒരിക്കലും തകർക്കാനാവാത്ത അമോഘമായിട്ടുള്ള ശക്തി എന്ന വേൽ കവചകുണ്ടലങ്ങൾക്ക് പകരമായി ചോദിച്ചു. കർണൻ പറഞ്ഞു, അല്ലയോ ഇന്ദ്ര, കവചകുണ്ടലങ്ങളുമായിട്ട് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധത്തിൽ ശത്രുക്കളെ കൊല്ലുന്നതും പാഴിലാകാത്തതുമായിട്ടുള്ള ശക്തി എന്ന് പറയുന്ന വേൽ എനിക്ക് തന്നാലും. കർണൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വേലിനെപ്പറ്റി കുറച്ചു നേരം ചിന്തിച്ചു. അതിനുശേഷം കർണനോട് പറഞ്ഞു, ഇന്ദ്രൻ പറഞ്ഞു, എനിക്ക് നിന്റെ ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കവചകുണ്ടലങ്ങൾ നൽകുക. ശക്തിയെ ഈ കരാർ പ്രകാരം നീ വാങ്ങിക്കൊള്ളുക. അമോഘമായിട്ടുള്ള ഈ വേൽ ഞാൻ വിട്ടാൽ അനവധി ശത്രുവീരന്മാരെ സംഹരിച്ച് വീണ്ടും എൻ്റെ കൈകളിൽ തന്നെ വന്നെത്തും. അസുരന്മാരെ സംഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേലിൻ്റെ യോഗ്യത ഇതാണ്. ഈ വേൽ നിന്റെ കയ്യിൽ വന്നാൽ അതിശക്തനായിട്ടുള്ള ഒരേ ഒരു ശത്രുവിനെ ഗത്യന്തരമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് മാത്രം നിനക്ക് പ്രയോഗിക്കാം. ഒരൊറ്റ ശത്രുവിനെ മാത്രം കൊന്ന് അത് വീണ്ടും എൻ്റെ കയ്യിലെത്തും. ഈ കരാറിന്മേലാണെങ്കിൽ ഞാൻ എൻ്റെ വേൽ മാറ്റമായി തരാം. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, എനിക്ക് ഭയമുണ്ടാക്കുമാർ എന്നെ ആക്രമിക്കുന്ന ഒരു ശത്രു വരുമ്പോൾ ആ ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ശത്രുവിനെ മാത്രമേ എനിക്ക് കൊല്ലേണ്ടതായിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമേ ഞാൻ ഈ വേല ഉപയോഗിക്കുകയുള്ളൂ. ബലവാനായിട്ടുള്ള ഒരേ ഒരു ശത്രുവിനെ മാത്രം ഞാൻ കൊല്ലും. ഇത് കേട്ടിട്ട് ഇന്ദ്രൻ പറഞ്ഞു, നീ കരുതുന്ന ശത്രുവിനെ രക്ഷിക്കാൻ മഹാത്മാവായിട്ടുള്ള ഒരാളുണ്ട്. നാരായണൻ എന്ന ദേവന്മാർ വാഴ്ത്തുന്ന അചിന്ത്യനായിട്ടുള്ള കൃഷ്ണൻ. നീ ചിന്തിക്കുന്ന ആ പുരുഷനെ അവൻ രക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ ഓർക്കണം. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, എന്നാലും ഭവാനെ, മുഖനായിട്ടുള്ളൊരു വീരനെ കൊല്ലുവാൻ ഇത് ഉപകരിക്കുമല്ലോ. അതുകൊണ്ട് അമോഘമായിട്ടുള്ള വേൽ എനിക്ക് തരിക. ഞാൻ ഒരു പ്രതാപിയെ ഇതുകൊണ്ട് കൊല്ലും. ഞാനിതാ എൻ്റെ കവചകുണ്ടലങ്ങൾ അടർത്തിയെടുത്ത് അങ്ങേക്ക് നൽകുന്നു. എന്നാൽ ഇത് മുറിച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന വൈരൂപ്യം എൻ്റെ ശരീരത്തിന് ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അനുഗ്രഹിക്കണം. ഇന്ദ്രൻ പറഞ്ഞു, അല്ലയോ കർണ, നിനക്ക് ഇതുമൂലം ലേശവും വിരൂപത ബാധിക്കുകയില്ല. നീ സത്യം പാലിക്കുക. ഇക്കാരണത്താൽ ഒരു വ്രണവും നിന്റെ ദേഹത്തിൽ ഉണ്ടാവുകയില്ല. നിന്റെ അച്ഛന് ഏത് നിറവും തേജസ്സുമുണ്ടോ അപ്രകാരമുള്ള നിറം നിനക്കുമുണ്ടാകും. ഈ അസ്ത്രങ്ങൾ അത്യാപത്തിലല്ലാതെ അനർഹമായിട്ട് ഉപയോഗിച്ചാൽ അത് തിരിച്ച് നിന്നിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ഇത് കേട്ടിട്ട് കർണൻ പറഞ്ഞു, അത്യാപത്തിൽ പെടുമ്പോൾ മാത്രമേ അങ്ങയുടെ വേലിനെ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. അങ്ങ് പറഞ്ഞതുപോലെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ സത്യമാണ് പറഞ്ഞത്. വൈശമ്പായൻ കഥ തുടരുകയാണ്. കരാർ പ്രകാരം കർണൻ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും ജ്വലിക്കുന്ന ശക്തി വാങ്ങി. അതിനുശേഷം മൂർച്ചയേറിയ വാളെടുത്ത് ദേഹത്തിൽ മുറിച്ച് കവചമടർത്തുവാൻ തുടങ്ങി. കർണൻ തൻ്റെ ശരീരം മറക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാരും മനുഷ്യരും അസുരന്മാരുമെല്ലാം സിംഹനാദം മുഴക്കി. ആ സമയത്തും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും കർണൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. പുഞ്ചിരിച്ചുകൊണ്ട് കത്തികൊണ്ട് ദേഹമറക്കുന്ന വീരനായിട്ടുള്ള കർണനെ നോക്കി ദേവലോകത്തു നിന്നും ദുന്ദുഭിഘോഷവും പുഷ്പവർഷവും ഉണ്ടായി. ദേഹത്തിൽ നിന്നും മുറിച്ചെടുത്ത ദിവ്യകവചം കർണൻ രക്തത്താൽ നനഞ്ഞ മട്ടിൽ തന്നെ ഇന്ദ്രന് ദാനം ചെയ്തു. അപ്രകാരം തന്നെ കർണൻ തൻ്റെ ചെവികളിൽ നിന്ന് കുണ്ടലങ്ങളെ അടർത്തിയെടുത്ത് ഇന്ദ്രന് ദാനം ചെയ്തു. ഈ കർമ്മത്താലാണ് വസുഷേണൻ കർണൻ എന്ന പേര് നേടിയത്. ഇവിടെ നമുക്ക് കുറേ സംശയങ്ങൾ വരാം. കർണൻ എന്നുള്ള പേര് നേരത്തെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ചതി വലിച്ചതിൽ ഇന്ദ്രൻ സന്തോഷം ചിരിച്ചു. എന്നാൽ ആ ചിരി കർണൻ്റെ കീർത്തി ലോകത്തെങ്ങും പരത്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്തത്. പാണ്ഡവർക്കായി താൻ ഒരു നല്ല കാര്യം ചെയ്തു എന്ന കൃതാർത്ഥതയോട് കൂടിയിട്ട് ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. കർണൻ വഞ്ചിതനായി വർത്തമാനം അറിഞ്ഞപ്പോൾ കൗരവന്മാർക്കെല്ലാവർക്കും അതിഭയങ്കരമായിട്ടുള്ള പേടിയായി. പാണ്ഡവരെ ഈ വൃത്താന്തം സന്തോഷിപ്പിക്കുകയും ചെയ്തു. ജനമേജയൻ അപ്പോൾ ചോദിച്ചു, ഇന്ദ്രൻ വന്ന് കർണൻ്റെ കയ്യിൽ നിന്ന് കവചകുണ്ടലങ്ങൾ തിരിച്ചു വാങ്ങുന്ന സമയത്ത് വീരന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ എവിടെയാണ് വസിച്ചിരുന്നത്? ആര് പറഞ്ഞിട്ടാണ് ഈ വാർത്തകൾ അവർ അറിഞ്ഞത്? 12 സംവത്സരം കാട്ടിൽ വാണതിന് ശേഷം പിന്നെ അവർ എന്തു ചെയ്തു? ഈ വിവരങ്ങളൊക്കെ ഭവാൻ
വിസ്തരിച്ച് പറഞ്ഞു കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ജയദ്രഥൻ അപഹരിച്ചുകൊണ്ടുപോയ കൃഷ്ണയെ വീണ്ടെടുക്കുകയും ജയദ്രഥനെ വേണ്ടവിധം ഉപദ്രവിച്ച് വിടുകയും ചെയ്തതിനു ശേഷം ആ ബ്രാഹ്മണരോടുകൂടി കാമികത്തിൽ ഓരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പൂർവ്വ ദേവർഷിമാർ വന്ന് കർണൻ്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രൻ യാചിച്ചു വാങ്ങിയെന്നുള്ള വൃത്താന്തം വിസ്തരിച്ച് പാണ്ഡവരെ അറിയിച്ചത്. പിന്നെ ഉഗ്രമായിട്ടുള്ള വനവാസം നിർവഹിച്ചവരായിട്ടുള്ള അവർ തേരുമായി ഭൃത്യന്മാരോട് കൂടിയിട്ട് പുണ്യമായിട്ടുള്ള ദൈതവനത്തിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് കുറേ നീണ്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും നമസ്കാരവും.